ഹായ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാനിവിടെ രാജ്മ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാൻ പോയാണ്. ഇത് ശരിക്കും നോർത്ത് ഇന്ത്യയിലെ ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അവരിത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. ഇതാണ് രാജ്മ പയർ. നമ്മുടെ നാട്ടിലും ഈ പയർ കിട്ടുന്നുണ്ട്. ഞാനിവിടെ 3 പിടി രാജ്മ പയറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം എടുത്ത് വേണം ഇത് കറിയാക്കി എടുക്കാൻ. ഇനി ഇതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്കൊന്ന് നോക്കാം. രാജ്മ പയർ 3 പിടി, തക്കാളി 3 എണ്ണം ഇടത്തരം വലിപ്പമുള്ളത്, സവോള 2 എണ്ണം ഇടത്തരം വലിപ്പമുള്ളത്, മുളക് പൊടി 1 വലിയ ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ 4 ടേബിൾ സ്പൂൺ, ജീരകം 1/4 ടീസ്പൂൺ, ഇഞ്ചി 1 ഇഞ്ച് വലിപ്പമുള്ള ഒരു കഷ്ണം, വെളുത്തുള്ളി 10 അല്ലികൾ, കസ്കസ് 1/4 ടീസ്പൂൺ, വഴനയില അല്ലെങ്കിൽ ബിരിയാണി ഇല 1, പെരുംജീരകം 1/4 ടീസ്പൂൺ, ഏലക്കായ് 1, കറുവപ്പട്ട 2 ചെറിയ കഷണം, ഗ്രാമ്പൂ 3 എണ്ണം, വെള്ളം ആവശ്യത്തിന്, മല്ലിയില ആവശ്യത്തിന്. ഇത് കണ്ടില്ലേ, നമ്മുടെ രാജ്മ പയർ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെ തന്നെ വെള്ളത്തിലിട്ടിരുന്നു ഇതൊന്ന് കുതിരാനായിട്ട്. അപ്പം ഞാനിന്ന് വെള്ളമൊക്കെ മാറ്റിയിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണിപ്പോൾ. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പം ഞാനിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഇത്തിരി കൂടിപ്പോയാലും കുഴപ്പമില്ല കേട്ടോ. കാരണം ഇത് വെന്തതിന് ശേഷം വരുന്ന ആ വെള്ളം തന്നെ നമുക്ക് കറിയിൽ ഉപയോഗിക്കാം. വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് വേണം ഇത് വേവിക്കാൻ. ഇത് കണ്ടില്ലേ, ഇപ്പം നമ്മുടെ രാജ്മ പയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഒത്തിരി വെന്ത് കുഴയാനും പാടില്ല, പക്ഷെ വേകാതെ ഇരിക്കരുത് കേട്ടോ. ഞാൻ ഈ പയർ വേവിച്ച വെള്ളവും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം തന്നെ കറിയിൽ ഉപയോഗിക്കാം. വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നമുക്കിതുകൊണ്ട് എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചീനിച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി ചൂടായതും അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ഏലക്ക, 3 ഗ്രാമ്പൂ, 2 കറുവപ്പട്ട ഇത് ചേർത്ത് കൊടുക്കുകയാണ്. കുറേ അധികം സാധനങ്ങൾ ചേർത്തുണ്ടാക്കുന്ന ഒരു കറിയാണിത്. പക്ഷേ എല്ലാം നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് കേട്ടോ. ഇത് മൂത്ത മണം വരുന്നുണ്ട്. ഇപ്പം ഞാനിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം ഞാനൊരല്പം പെരുംജീരകം ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം നമുക്കിതിലേക്ക് സവാള മുറിച്ചത് ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പം ഞാനിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. പലതരത്തിലും നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിത് എൻ്റെ സ്റ്റൈലിൽ പാകപ്പെടുത്തിയെടുത്ത ഒരു കറിയാണിത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ തക്കാളി ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിലെ തക്കാളിയൊക്കെ ഒരുവിധം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്, പക്ഷെ ശരിക്കും അങ്ങോട്ട് വെന്തിട്ടില്ല. നമുക്ക് കുറച്ച് നേരം കൂടി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം നമുക്ക് വീണ്ടും ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിലെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് ഞാൻ ആ മസാല കൂട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായതും ഞാനതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്.
എണ്ണ ചൂടായത് ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുകയാണ്. ജീരകം മൂത്ത് നല്ല മണം വരുന്നുണ്ട്. ഇപ്പം നമുക്ക് 1/4 ടീസ്പൂൺ കസ്കസ ചേർത്ത് കൊടുക്കാം. കസ്കസെന്നും കസകസാന്നും ഒക്കെ പറയാറുണ്ട് കേട്ടോ ഇതിന്. ഇതിൻ്റെ ഒരു കറുത്ത കളറ് വരുന്നുണ്ട്. അത് പക്ഷേ ഫലൂഡയിലൊക്കെയാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഇത് വെള്ള കളറിലാണ് വരുന്നത്. കറികൾക്കും ബിരിയാണിക്കും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് ബിരിയാണി ഇലയെന്നും വഴണ ഇലയെന്നും ഒക്കെ പറയാറുണ്ട്. ബേ ലീഫൊക്കെ ഇട്ട് ചൂടായ നല്ല മണം വരുന്നുണ്ട്. ഇപ്പം നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ രാജ്മ പയർ വേവിച്ച് വെച്ചിരുന്ന വെള്ളം കുറച്ച് ഇതിലേക്ക് ഇപ്പം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് നേരത്തേക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇപ്പം ഞാനിതിലേക്ക് രാജ്മ പയർ വേവിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്കിത് ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ എങ്ങനെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഇത്രയും തിക്നെസ് മതിയാവും. അധികം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിത് വേവിച്ച വെള്ളം കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. പക്ഷേ ഇതിരിക്കും തോറും ഈ കറി നന്നായിട്ട് കുറുകി വരും. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമുക്ക് കുറച്ച് നേരം കൂടി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ രാജ്മ വാങ്ങി ഇതുപോലെ കറി ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസ് സവാള വേവിക്കാതെ പച്ചയ്ക്ക് അരച്ചാണ് ഈ കറി ഉണ്ടാക്കാറുള്ളത്. സവാള അരച്ച് കറി ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് ഇങ്ങനെ ഉണ്ടാക്കുന്ന കറിയാണ്. അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.